നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്നൊരു ന്യൂസാണ് SIR. അത് കേരളത്തിലും നടപ്പിലാക്കി 50 ലക്ഷത്തോളം ആളുകളുടെ വോട്ടവകാശം ഇപ്പോൾ ഇല്ലാതെയായി. പുതിയ വോട്ടുകൾ ചേർക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നവംബർ 4 മുതൽ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തെല്ലാം രേഖകളാണ് അവർക്ക് ഹാജരാക്കേണ്ടി വരിക? അതുപോലെ തന്നെ പുതിയ വോട്ടുകൾ ചേർക്കാനും നിലവിലുള്ള വോട്ടർ പട്ടികയിൽ പേര് ഒഴിവാക്കപ്പെട്ട ആളുടെ പേര് തെളിയിക്കാനും അതുവഴി പൗരത്വ രേഖയായി കണക്കാക്കാനുമെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. കുറച്ചൊരു 10 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും. SIRമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യം താല്പര്യമുള്ള ആളുകൾ മാത്രം വീഡിയോ കണ്ടാൽ മതി. നമ്മൾ ഇത്രയും കാലം നമ്മൾ ചെയ്തിരുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനത്തെ വോട്ടർ പട്ടിക, അതായത് നമ്മൾ 5 വർഷം മുമ്പ് ചെയ്ത വോട്ടർ പട്ടിക ആസ്പദമാക്കിയായിരിക്കും നമ്മൾ ഇപ്പോഴുള്ള വോട്ടർ പട്ടിക നമ്മൾ നോക്കാറ്. അതിൽ കുറച്ചാളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകും, മറ്റു കുറച്ചാളുകൾ സ്ഥലം മാറിപ്പോയിട്ടുണ്ടാകും. അവരുടെ എല്ലാം പേരുകൾ ഒഴിവാക്കി പുതിയ ആളെ വോട്ടർ പട്ടികയിൽ ചേർത്തതിന് ശേഷമായിരിക്കും ഇലക്ഷൻ നടക്കുക. SIR അവസാനമായി നടപ്പിലാക്കിയത് 2002 അന്നത്തെ വോട്ടർ പട്ടികയായിരിക്കും ഇനി ഒരു ആധികാരിക രേഖ. അതിനുശേഷമുണ്ടായ എല്ലാ വോട്ടർ പട്ടികയും ഇപ്പോൾ അസാധുവാക്കി. 2002 നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ടാവുമെന്ന് കണക്ക് കൂട്ടുക. ഏകദേശം ഇപ്പോൾ ഒരു 44 വയസ്സ് വരെയുള്ള ആളുകൾക്കൊന്നും ഇപ്പോൾ വോട്ടുണ്ടാകില്ല. 2002 കഴിഞ്ഞ് ഇപ്പോൾ 23 വർഷമായി. അന്ന് 21 വയസ്സുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുക. അതായത് ഏകദേശം 45 വയസ്സിന് താഴെയുള്ള എല്ലാ ആളുകളുടെയും വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ആൾക്ക് വോട്ടുകൾ ചേർക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. 2002 നമ്മൾ വോട്ട് ചെയ്ത ആളുകളാണെങ്കിൽ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കും. അതിൽ നമ്മുടെ വോട്ടർ ID കാർഡ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് രേഖയും കൊടുക്കാതെ തന്നെ പുതിയ വോട്ടർ പട്ടികയിലും ഉണ്ടായിരിക്കും. അതിൽ പേരില്ലാത്ത ആളുകൾക്കാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അവരൊരു 3 കാറ്റഗറി ആയിട്ടാണ് ഇപ്പോൾ തിരിച്ചിരിക്കുന്നത്. 1987 ജൂലൈ 1 മുമ്പ് ജനിച്ച ആളുകൾ, 1987 ജൂലൈ 1 2004 ഡിസംബർ 2 ഇടയിൽ ജനിച്ച ആളുകൾ, അതിനുശേഷം ജനിച്ച ആളുകൾ എന്നിങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് അതിൽ തിരിച്ചിരിക്കുന്നത്. അതിൽ 1987 ജൂലൈ 1 മുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ അവരുടെ ജനനത്തീയതി കാണിക്കുന്ന രേഖയും ജനസ്ഥലം കാണിക്കുന്ന രേഖയും ഹാജരാക്കേണ്ടി വരും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആധാർ കാർഡ് അതല്ലെങ്കിൽ നമ്മുടെ വോട്ടർ ID കാർഡിലൊന്നും നമ്മൾ ജനസ്ഥലം കാണിക്കുന്ന രേഖ കാണിക്കാറില്ല. നമ്മുടെ SSLC ബുക്ക്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എന്നിങ്ങനെയുള്ള രേഖയിൽ മാത്രമാണ് നമ്മുടെ ജനസ്ഥലം കാണിക്കാറുള്ളത്. നമുക്കറിയാം, നമ്മുടെ പാസ്പോർട്ടിൽ നമ്മൾ ജനസ്ഥലം കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ SSLC ബുക്കിലും നമ്മുടെ ജനസ്ഥലം കാണിക്കാറുണ്ട്. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ ജനസ്ഥലം കാണിക്കാറുണ്ട്. ഈ ഒരു 3 രേഖ അതിൽ നിന്ന് ഹാജരാക്കേണ്ടി വരും. അവർക്ക് ഈ രണ്ട് രേഖ മാത്രം ഹാജരാക്കിയാൽ മതി. ജനനത്തീയതി തെളിയിക്കുന്ന രേഖയും ജനസ്ഥലം തെളിയിക്കുന്ന രേഖയും മാത്രം ഹാജരാക്കി കഴിഞ്ഞാൽ അവർക്ക് വോട്ടവകാശം കിട്ടും. അവർ വോട്ട് ചെയ്യും. അവർ വോട്ടിന് വേണ്ടി പ്രത്യേകം അപേക്ഷ നൽകണം. അതിനുശേഷം രണ്ടാമത്തെ കാറ്റഗറി 1987 ജൂലൈ 1 2004 ഡിസംബർ 2 ഇടയിൽ ജനിച്ച ആളുകൾക്കാണെങ്കിൽ അവർക്ക് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ജനനത്തീയതി തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടി വരണം. അതുപോലെ തന്നെ ജനസ്ഥലം ഹാജരാക്കുന്ന രേഖയും അവർ നൽകേണ്ടി വരും. അതിനുശേഷം അവർ നൽകേണ്ടത് അച്ഛൻ്റെയോ അമ്മയുടെയോ ജനസ്ഥലവും ജനനത്തീയതി തെളിയിക്കുന്ന രേഖ കൂടി അവർ ഹാജരാക്കേണ്ടി വരും. അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും ഒരാളുടെ ജനനസ്ഥലവും ജനനത്തീയതിയും തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ 1987 ജൂലൈ 1 2004 ഡിസംബർ 2 ഇടയിൽ ജനിച്ച ആളുകളാണെങ്കിൽ അവരുടെ ജനന സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക് അതല്ലെങ്കിൽ പാസ്പോർട്ട്, ആധാർ കാർഡ്, അതിന് പുറമെ അച്ഛൻ്റെയോ അമ്മയുടെയോ SSLC ബുക്കോ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കുക. ഇനി മൂന്നാമത്തെ കാറ്റഗറി 2004 ഡിസംബർ 2 ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ജനനത്തീയതിയും ജനസ്ഥലവും തെളിയിക്കുന്ന രേഖ, അതായത് അവർക്ക് SSLC ബുക്ക് കൊടുക്കാം, ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കാം, എന്നിങ്ങനെ കൊടുത്ത് അവർക്ക് വോട്ട് ചേർക്കാം. അതിന് പുറമെ
അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടുപേരുടെയും രേഖയോടെ അവർ ഹാജരാക്കേണ്ടി വരും. ഇതിൽ പല സംശയങ്ങളുമുണ്ട്. അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ രേഖ എങ്ങനെ നമ്മൾ നൽകും? അതുപോലെ തന്നെ ചിലപ്പോൾ അച്ഛൻ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയിട്ട് ആളുകളായിരിക്കും, 10-20 വർഷം മരണപ്പെട്ടു പോയ ആളുകളായിരിക്കും. അവരുടെ എല്ലാം രേഖ നമ്മൾ എങ്ങനെ ഹാജരാക്കും എന്നതിനെക്കുറിച്ചെല്ലാം വളരെ കൺഫ്യൂഷൻ തന്നെയുണ്ട്. ഏകദേശം 50 ലക്ഷത്തോളം ആളുകളെയാണ് ഇത് ബാധിക്കുക. 2002 വോട്ടർ പട്ടിക നമുക്ക് നോക്കാൻ ഇപ്പോൾ സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 2002 ചിലപ്പോൾ നമ്മുടെ നിയമസഭാ മണ്ഡലം ചിലപ്പോൾ മറ്റു നിയമസഭാ മണ്ഡലമായിരിക്കാം. അതിനുശേഷം 2 പ്രാവശ്യം നിയമസഭാ ഇലക്ഷൻ മാറിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ പഴയ നിയമസഭ 2002 നമ്മുടെ നിയമസഭ ഇതെന്ന് മനസ്സിലാക്കി അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാം. അതിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കുക. നവംബർ 4 ഡിസംബർ 4 ഇടയിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരികയും നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും നമ്മുടെ രേഖകൾ പരിശോധിക്കുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ കറക്റ്റായി തന്നെ രേഖകൾ അവരെ കാണിക്കുക. അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കോപ്പി കൂടി നൽകുക. വോട്ടർ പട്ടികയും മറ്റു കാര്യങ്ങളെല്ലാം അവരുടെ കൈകളിലുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ തന്നെ നമ്മൾ അവർക്ക് നൽകുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നമ്മൾ അവരോടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തിയായി മനസ്സിലാക്കുക. അവർ ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം നമ്മൾ കൊടുക്കുക. മറ്റ് പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയപ്പോൾ ഒരുപാട് ആളുകൾ 10-20 ലക്ഷം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരുന്നു. പക്ഷേ അതിനെല്ലാം പ്രത്യേക കാരണമുണ്ടായിരുന്നു. നമുക്കറിയാം, ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ആൾക്കാർക്ക് രേഖകൾ വളരെ കൃത്യമായിരിക്കില്ല. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. ഏകദേശം ഇപ്പോൾ ഒരു 35 വയസ്സുള്ള ആളുകൾക്കെല്ലാം ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളും ഉണ്ടായിരിക്കും. ആധാർ കാർഡ് എടുക്കാത്ത ആളുകൾ വളരെ തുച്ഛമാണ്. നമ്മുടെ നാട്ടിൽ രേഖകളെല്ലാം വളരെ തന്നെ ക്ലിയർ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും ഇതിൻ്റെ പ്രോസസ്സ് ഏകദേശം ഈ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്നൊരു പ്രോസസ്സിംഗാണ്. 2026 തുടക്കത്തിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ ഈ ഒരു കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഏകദേശം എത്ര ആളുകൾ പുറത്താവുമെന്നെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റായി തന്നെ അവർക്ക് രേഖകൾ നൽകുക. ഒരിക്കൽ കൂടി പറയുന്നത്, നമ്മുടെ ജനനത്തീയതി തെളിയിക്കുന്ന രേഖ നമ്മൾ കറക്റ്റായി തന്നെ എടുത്തു വെക്കുക. ജനനത്തീയതി തെളിയിക്കുന്ന ഒരുപാട് രേഖകൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കും. നമ്മുടെ പാൻ കാർഡ് അടക്കമുള്ള രേഖകൾ ജനനത്തീയതി തെളിയിക്കുന്ന രേഖകളാണ്. എന്നാൽ ജനനം തെളിയിക്കുന്ന രേഖ, ജനനസ്ഥലം തെളിയിക്കുന്ന രേഖ വളരെ കുറച്ച് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ SLC ബുക്ക്, പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ 3 രേഖകൾ മാത്രമാണ് നമ്മുടെ ജനനം തെളിയിക്കുന്ന രേഖയായിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഫർമേഷൻ വീഡിയോ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുപോലത്തെ വീഡിയോകൾ മാത്രമാണ് വരുന്നത്. പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.